നമ്മുടെ ഏതൊരു പ്രൊഡക്റ്റിനെയും ഗ്ലോബൽ ബ്രാൻഡായിട്ട് വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ചുറ്റുമുള്ള പ്രൊഡക്റ്റുകൾ ശ്രദ്ധിക്കുക. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഫുഡ് കാറ്റഗറീനെ എടുക്കാം. KFC, മക്ഡൊണാൾഡ്സ്, പിസ്സ ഹട്ട്, ഡൊമിനോസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്ലോബൽ ബ്രാൻഡുകൾ നോക്കിക്കേ, എല്ലാം തന്നെ നമ്മുടെ യൂറോപ്യൻ നേഷൻസിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ബ്രാൻഡുകളൊക്കെ തന്നെയാണ്. അപ്പം ഈ പറയുന്ന പ്രൊഡക്റ്റുകളെ സ്റ്റാൻഡർഡൈസ് ചെയ്തുകൊണ്ടാണ് ഉറപ്പായിട്ടും നമ്മളുടെ അടുത്തേക്ക് ഇതൊരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് പ്രസൻസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയത്ത് നമ്മളുടെ നാട്, അതായത് കേരളം എന്ന് പറയുന്ന നമ്മളുടെ നാടിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒട്ടനവധി ഫുഡ് പ്രൊഡക്റ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പൊറോട്ട അല്ലെങ്കിൽ ചിപ്സ്, ഇതിനെയൊക്കെ ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമാകണമെങ്കിൽ അവിടെ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരേണ്ട അത്യാവശ്യമാണ്. അതായത് നമ്മളുടെ ഒരു പിസ്സ ഹട്ടിൽ പോയിട്ട് ഒരു പിസ്സ കഴിക്കുമ്പോൾ ആ പിസ്സ ഉണ്ടാക്കുന്ന ആൾ ഒരു ഷെഫൊന്നും ആയിരിക്കത്തില്ല. അതിനൊരു സ്റ്റാൻഡേർഡ് മെക്കാനിസം ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് മെക്കാനിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവും. അത് വളരെ കുറഞ്ഞ പീരീഡിലുള്ള ട്രെയിനിങ് കൊടുത്താൽ പോലും ഈസി ആയിട്ട് ആർക്കും അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അതേ സമയത്ത് നമ്മുടെ പൊറോട്ട എടുത്ത് നോക്കിയേ. ഈ പറയുന്ന പൊറോട്ട മേക്കിങ്ങിൽ ഓരോ ആളുകളുടെയും മേക്കിംഗ് സ്റ്റൈലിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സ്കില്ലിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യസ്തമാകാനുള്ള സാഹചര്യം കൂടുതലാണ്. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ. നമ്മളുടെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണമെങ്കിൽ ഏതൊരു വ്യക്തിയും ഒരു മിനിമൽ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന പൊറോട്ട ഒരേപോലെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഏതൊരു പ്രൊഡക്റ്റിനെയും നമുക്കൊരു ഗ്ലോബൽ ബ്രാൻഡായിട്ട്, ഞാനിത് ഫുഡ് സെക്ടർ മാത്രമാണ് സ്പെസിഫിക് പറഞ്ഞെങ്കിൽ പോലും മറ്റ് സെക്ടറുകളിലും മറ്റ് പ്രൊഡക്റ്റുകളിലും സർവീസിലും ഒക്കെ ഇത് ബാധകമാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന പ്രോസസ്സിലൂടെ പോയാൽ മാത്രമേ, അതായത് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ പോയാൽ മാത്രമേ നിങ്ങളുടെ പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് പകരമായിട്ട് നമ്മൾ എത്ര നമ്മളുടെ റീച്ച് എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരിക്കലും അതൊരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് എമേർജ് ചെയ്ത് വരുന്നുണ്ടാകത്തില്ല.